ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പൊങ്കും ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ. ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛസ്വ. ഓം ബാലരി വിദ്യുതി ബിന്ദു കിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനീശിം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഠ്യാപുല്ലകൽഹാര സംസ്ഥ നിവസത് ഹൃദി ബാല നിത്യകല്യാണശീല. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ. ശിവായൈ നമോ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ചിലരുടെ ഇടയിൽ സപ്താഹമായിട്ട് നമ്മൾ വായിച്ചു പോരുന്ന ഭാഗവതം, അതായത് നിവൃത്തിശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവതം ഉപപുരാണമാണ് എന്നും, ദേവീഭാഗവതം അതായത് പ്രവൃത്തിശാസ്ത്രമായിട്ട് നാം നവാഹമായിട്ട് നടത്തുന്ന ഭാഗവതം അതാണ് ശരിക്കുള്ള പ്രധാനപ്പെട്ട പുരാണമെന്നും ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ആദ്യം ഉണ്ടായതൊരു പക്ഷേ ഇതിൻ്റെ കാലഗണനയെല്ലാം തന്നെ നോക്കുമ്പോഴും കഥയുടെ ഘടന ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴും പരീക്ഷിത്ത് കേൾക്കാനിടയായ സപ്താഹം കേൾക്കാനിടയായ ഭാഗവതം തന്നെയാണ് ആദ്യത്തെ ഭാഗവതമെന്നും അതായിരിക്കണം വാസ്തവത്തിൽ പ്രധാനപ്പെട്ട പുരാണമെന്നും നമുക്ക് സങ്കല്പിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ദശലക്ഷണങ്ങളുള്ള പുരാണവുമാണ്. നേരെ മറിച്ച് ജനമേജയന് വേണ്ടിയിട്ട് ജനമേജയന് അച്ഛന് ഗതി കിട്ടിയില്ല എന്നുള്ള ധാരണ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തിശാസ്ത്രത്തിൻ്റെ എല്ലാ അംശങ്ങളുമുള്ള കർമ്മോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാമുള്ള ഒരു പുരാണം പിന്നാലെ വന്നതായിരിക്കാനേ വഴിയുള്ളൂ. എന്തുമാകട്ടെ, ആ വക തർക്കങ്ങളിലേക്കല്ല നമുക്ക് പോകേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ഗതി എന്ന് പറയുന്ന ഒരു പദപ്രയോഗം. ഗതി, ഊർധ്വഗതിയുണ്ട്, അധോഗതിയുണ്ട്. ഇത്തരത്തിലുള്ള ഗതി എന്ന് പറയുന്നത് ഗമനം ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ്റെ ഗതി എന്ന് പറയുമ്പോൾ ജീവൻ്റെ പ്രയാണം. അപ്പോൾ ജീവൻ എങ്ങനെയാണ് അതിൻ്റെ ഗതിയെ പ്രാപിക്കുന്നത്? അത് ഊർധ്വമായിട്ടോ അധോ മുഖമായിട്ടോ ഒക്കെ പോകാനിടയുണ്ട്. ആ ഗതി എന്ന് പറയുന്ന വാക്കും മോക്ഷവും വാസ്തവത്തിൽ രണ്ട് തരത്തിൽ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഭാഗവത ഭാഷയിൽ മോക്ഷം, ആ വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭാഗവത ഭാഷയിൽ മോക്ഷം എന്ന് പറയുന്നത് എടുക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ട് കാണാം. എടുക്കുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന പ്രവൃത്തിശാസ്ത്രമായിട്ടുള്ള ദേവീ ഭാഗവതത്തിൽ ഗതി എന്ന് പറയുന്നത് സമമിട്ട് എഴുതാൻ നിവൃത്തിയില്ല, മോക്ഷം എന്നുള്ള രീതിയിൽ എഴുതാൻ നിവൃത്തിയില്ലെങ്കിൽ തന്നെ ആ ഗതി എന്ന് പറയുന്നത് കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഗതി എന്ന് പറയുന്ന കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി ഇല്ല എങ്കിൽ മോക്ഷം എന്ന് പറയുന്ന പദവി വാസ്തവത്തിൽ അപ്രാപ്യമാണ്, അല്ലെങ്കിൽ അതൊട്ടും തന്നെ കിട്ടാനിടയില്ല. അപ്പോൾ ഈ വ്യത്യാസം, ഒന്ന് എടുക്കുന്നതും മറ്റൊന്ന് കൊടുക്കുന്നതും. മകൻ അച്ഛന് കൊടുക്കുന്നത് നിവൃത്തിശാസ്ത്രമായി ഇരിക്കുന്ന ഭാഗവത്തിലില്ല, അല്ലെങ്കിൽ ഭാഗവത്തിൽ കാണുന്നത് അച്ഛൻ തന്നെത്താൻ ഏറ്റെടുക്കുന്ന ആ മോക്ഷമാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ പ്രഭാഷണ രീതിയിലേക്ക്, അതിലടങ്ങുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാൻ. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് എടുക്കാവുന്നതാണ്.
അല്ലെങ്കിൽ എൻ്റെ കാലശേഷം കൊടുക്കാവുന്നത് അതെല്ലാം തികച്ചും വൈദികമാണ്, താന്ത്രികമോ മാന്ത്രികമോ ഒക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള ഗതി എന്ന് പറയുന്നത് മക്കളോ അല്ലെങ്കിൽ പരമ്പര കൊടുക്കുന്നതുമാകും. അപ്പോൾ ഈ എടുക്കുക കൊടുക്കുക എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള വ്യത്യാസം ഈ രണ്ട് പുരാണങ്ങൾ തമ്മിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കൊടുത്ത സംഗതി എടുക്കുന്നു എങ്കിൽ ഒട്ടും പിന്നെ സംശയിക്കേണ്ടതില്ല, മോക്ഷം പ്രാപിച്ചിരിക്കും. ഇവിടെ വാസ്തവത്തിൽ പരീക്ഷിത്താണ് സാക്ഷി, പരീക്ഷിത്താണ് ഈ പറഞ്ഞ കഥാഗോളത്തിൽ പ്രധാന വ്യക്തി. അദ്ദേഹമാണ് വാസ്തവത്തിലെല്ലാം തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതും മോക്ഷം. ഇവിടെയാണ് അതിശ്രദ്ധേയമായിരിക്കുന്ന ഒരു ശ്ലോകം. അത് ഒടുവിലേക്ക് വരുമ്പോൾ ഭാഗവതം ഒടുവിലത്തെ അധ്യായത്തിൽ, അതായത് 12 സ്കന്ധം 12ാമത്തെ സ്കന്ധത്തിൽ ഒടുവിലത്തെ അധ്യായത്തിൽ വരുന്ന അതേ ശ്ലോകം അല്പാൽപ്പം മാറ്റത്തോടുകൂടി നമ്മൾ മാഹാത്മ്യത്തിൽ കാണുന്നുണ്ട്. ആ മാഹാത്മ്യത്തിൽ കാണുന്ന, അതായത് 6ാമത്തെ അധ്യായം, ഈ 6ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ ശ്ലോകത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവിടെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ആ പ്രതിപാദന ശൈലി തന്നെ. യൃണ്മൻ പ്രപഠൻ വിചാരണപരോ ഭക്യ വിമുച്യൻ നര. വളരെ വ്യക്തമായിട്ടും പറയുന്നത് എല്ലാ തരത്തിലും ശ്രദ്ധേയമായിരിക്കുന്ന ആ ഭാഗവത മഹാത്മ്യത്തിലെ ആ പ്രയോഗം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനം ധനം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്രജ്ഞാന വിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം തൃണ്ണൻ പ്രമുടൻ വിചാരണപരോപത്യ വിമുച്യൻ നര എന്നാണ്. മാഹാത്മ്യത്തിലോ അതുപോലെ തന്നെ നമ്മൾ ഭാഗവത്തിൻ്റെ അന്തിമ ഭാഗത്തും കാണുന്നത് അവിടെ വളരെ തൃണ്ണൻ പ്രപഠൻ വിചാരണപരോ ഭക്തിയ വിമുച്യൻ നര. അവിടെ വിമോചനം എന്നുള്ള വാക്ക് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ഗതി എന്നല്ല. അപ്പോൾ ഗതി എന്ന് പറയുന്ന അവിടെ യാത്രയുടെ പ്രത്യേകത അത് മുകളിലേക്കോ താഴത്തേക്കോ ആകാം. പക്ഷേ വിമോചനം എന്ന് പറയുന്നത് നമ്മൾ മോക്ഷത്തെ പ്രാപിക്കുന്നത് തന്നെയാണ്. മോചനം എങ്ങനെ നമുക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്ന് മോചിതരാകാം അല്ലെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ള സംഗതി ഇവിടെ വാസ്തവ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതി. ഭാഗവതത്തിൻ്റെ പ്രഥമസ്കന്ധത്തിൽ തന്നെ കുന്തി പറയുന്നതും പുനർഭവമാണ്. അപ്പോൾ ഭവം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഭവിച്ചത്, ഉണ്ടായത്, ഞാൻ ഉണ്ടായത്, എൻ്റെ ശരീരം ഉണ്ടായത്, ഈ പ്രപഞ്ചം ഉണ്ടായത്. അതുകൊണ്ടാണ് ഭവം എന്ന് പറയുന്ന സംസാരത്തിൻ്റെയും പര്യായമായിട്ട് കാണുന്നത്, സംസാരം ഉണ്ടായത്. അപ്പോൾ എല്ലാ തരത്തിലും ഉണ്ടായതായ ഭവിച്ചതായ ഈ ഭവം എന്ന് പറയുന്ന സംഗതി, അപ്പോൾ അത് വാസ്തവത്തിൽ നിന്ന് എങ്ങനെ മോചനം? അതാണ് ആ പുനർഭവം, വീണ്ടും ജനിക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക രീതി, ഒരു ശാസ്ത്രം തന്നെയാണ് ഭാഗവതം. അതായത് ശുക മഹർഷി അല്ലെങ്കിൽ ശുഖബ്രഹ്മം പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗവതം തികച്ചൊരു ശാസ്ത്രം, അത് ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആമുഖമായിട്ടും അല്ലെങ്കിൽ വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ടും നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ടത് ഭാഗവതത്തിൻ്റെ ആ മോക്ഷം എന്ന് പറയുന്നത് ജനിക്കാതിരിക്കലാണ്, ഭവിക്കാതിരിക്കലാണ്, അല്ലെങ്കിൽ ശരീരം എടുക്കാതിരിക്കലാണ്. ഇതാണ് ആവർത്തിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൃത്യോർമുക്ഷീയമാമൃത എന്നുള്ള മൃത്യുഞ്ജയ മന്ത്രത്തിലും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറയുമ്പോൾ വീണ്ടും ജനിക്കാതിരിക്കലാണ്. അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് അമൃതഭാവത്തിലേക്ക് എത്തിയാൽ വീണ്ടും ആ അമൃതത്തിൽ നിന്ന് മൃതഭാവത്തിലേക്ക് വരാതിരിക്കലാണ്. മൃതഭാവം എന്ന് പറയുമ്പോൾ ശരീരമുള്ളത്, അമൃതഭാവം എന്ന് പറയുമ്പോൾ ശരീരമില്ലാത്തത്. ശരീരമില്ലാത്തത് ആത്മഭാവം. അപ്പോൾ ആത്മഭാവത്തെ ആർജിക്കലല്ലാതെ ഈ ഭാഗവതത്തിന് ഒരു ലക്ഷ്യമില്ല എന്ന്. ഇനി നമുക്ക് ഈ പറയുന്ന അതിശ്രദ്ധേയമായിരിക്കുന്ന 2 ശ്ലോകങ്ങൾ മാഹാത്മ്യത്തിലുള്ളത്, അതും ഗോകർണൻ്റെ അസപ്താഹവേദിയിലാണ്. ഗോകർണൻ എന്ന് പറയുന്ന ആ മഹാപുരുഷൻ, അദ്ദേഹം വാസ്തവത്തിൽ പശുവിൽ ജനിച്ചു എന്നുള്ള കഥയെല്ലാം തന്നെ നമ്മൾ കേട്ടു. ഏതായാലും ഈ പശുവിൽ ജനിക്കുകയും പശുവിൻ്റെ കർണങ്ങൾ പശുവിൻ്റെ അച്ചവടോടുകൂടി അത്തരത്തിൽ ജനിക്കുകയും ചെയ്ത അദ്ദേഹം തൻ്റെ അച്ഛനായിട്ടുള്ള ആത്മദേവനെ, ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളാണ്, ഇതൊക്കെ സിംബോളിക്കാണ്. ഈ പറയുന്ന ഗോകർണൻ്റെ അച്ഛൻ ആത്മദേവൻ, ആത്മദേവൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്. അപ്പോൾ ഈ ജീവാത്മാവ് എന്ന് പറയുന്ന ആത്മദേവനെ ഉപദേശിക്കുന്ന 2 ശ്ലോകങ്ങളുണ്ട്. ആ 2 ശ്ലോകങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രയോഗം അത് സമ്പൂർണമായിട്ടും ഭാഗവതം തന്നെയാണ്. അപ്പോൾ ഭാഗവത്തെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഗോകർണൻ എന്ന് പറയുന്ന പുത്രൻ അച്ഛൻ എന്ന് പറയുന്ന ആത്മദേവനെ ഉപദേശിക്കുന്ന 2 ശ്ലോകങ്ങളിലൂടെ കാണാം. ഒന്ന്, അത് നമുക്കൊന്ന് കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. മറ്റൊന്നുമല്ല, ഗോകർണൻ ആത്മദേവൻ എന്ന് പറയുന്ന അച്ഛനോട് പറയുന്നത് 4ാമത്തെ അധ്യായമാണ് മാഹാത്മ്യത്തിൽ.
അതിൽ 79ഉം 80ഉം ശ്ലോകങ്ങളാണ്. ദേഹേ അസ്ഥിമാംസരുധിരേ അഭിമതിം ത്യജ ത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. ഇവിടെ വാസ്തവത്തിൽ പറയേണ്ടത് മുഴുവൻ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉണ്ട്. ദേഹേ അസ്ഥിമാംസരുധിരേ അഭിമതിം ത്യജ. അപ്പോൾ വാസ്തവത്തിൽ ശരീരം എന്ന് പറയുന്നത് ഈ സപ്തധാതുക്കളെ കൊണ്ട് സൃഷ്ടമാണ്. ശരീരം എന്ന് പറയുന്ന സപ്തധാതുക്കളെ കൊണ്ട് സൃഷ്ടമായിരിക്കുന്ന ശരീരത്തോടുള്ള അഭിമതി, എന്തെന്നില്ലാത്ത മമത, അതെല്ലാം തന്നെ ത്യജിക്കണം. ഭാഗവത്തിൻ്റെ പ്രമേയം അതാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ജായ സുതാദിഷു സദാ മമതാം വിമുഞ്ച. ഭാര്യ, മക്കൾ എന്നെല്ലാം പറയുന്ന നമ്മുടെ ബന്ധം, അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച മമതയും ഇല്ലാതെയാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മമത, എൻ്റെ എന്ന് പറയുന്നൊരു ഭാവം. എൻ്റെ ലോകം, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇത്തരത്തിലുള്ള ചിന്താഗതികളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് അതിൽ നിന്ന് വിമുഞ്ച, അതിൽ നിന്ന് മോചിതനാകണം. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ക്ലിഷ്ടസാധ്യമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് സാധിച്ചേ മതിയാവൂ. അപ്പോഴാണ് ഭാഗവതം ഉദ്ദേശിക്കുന്ന മോക്ഷം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുക. അപ്പോൾ എന്തുകൊണ്ടാണ് മോക്ഷമില്ലാത്തത് എന്ന് പരോക്ഷമായിട്ട് ഈ ശ്ലോകത്തിൽ കാണാം. എന്തുകൊണ്ടാണ് മോക്ഷമില്ലാത്തത്? മമത വിട്ടുപോകാത്തത് കൊണ്ട്. ജ്ഞാനം എൻ്റേതും എന്ന് പറയുന്ന ഈ മമത, അഹന്ത എന്നെല്ലാം പറയുന്ന സംഗതി എത്ര കാലത്തേക്ക് നമ്മെ ഭരിക്കുന്നുവോ അത്ര കാലത്തേക്ക് നമ്മൾ ബന്ധനസ്ഥരാണ്. ആ ബന്ധം കിടക്കുന്നിടത്തോളം കാലം നമുക്ക് മോക്ഷവുമില്ല. ഇത് വാസ്തവത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതി ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അത് ഭാഗവതത്തിൻ്റെ തനതായിട്ടുള്ള ഒരു പ്രത്യേക പ്രമേയവുമാണ്. ദേഹേ അസ്ഥി മാംസരുധിരേ അഭിമതിം ത്യജാത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യ അനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം അത് വാസ്തവത്തിൽ ക്ഷണഭങ്കുരമാണ്. അപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന, ഉണ്ടായിട്ട് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ എല്ലാ തരത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ലോകമെന്ന് കാണണം. നമ്മൾ ജനിച്ചു, അത് കഴിഞ്ഞ് ജീവിച്ചു, അത് കഴിഞ്ഞ് മരിക്കും എന്ന് പറയുന്ന ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ഏതെല്ലാമെന്ന് നമ്മെ ബാധിച്ചും നമ്മളെ ശരീരത്തെ ബാധിച്ചും ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ ബാധിച്ചും അത്തരത്തിലുള്ള ക്ഷണഭങ്കുരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ആ ക്ഷണഭങ്കുരം എന്ന രീതിയിൽ തന്നെ കാണണം. ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ നേടുന്നു. രാമായണത്തിലൂടെ എഴുത്തച്ഛൻ പച്ച മലയാളീകരണത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ക്ഷണഭങ്കുരമായിട്ടുള്ള ഈ ലോകം വാസ്തവത്തിൽ അതിനോട് യാതൊരു മമതയും വേണ്ട. പശ്യ അനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭക്തിനിഷ്ഠ. അപ്പോൾ ഭാഗവത്തിലെ ഉദാത്തമായിട്ടുള്ളൊരു ഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വൈരാഗ്യം എന്ന് പറയുന്ന വിരക്തിയാണ് എന്ന് തോന്നുന്നു. വിരക്തി. അപ്പോൾ രാഗമില്ലാത്ത അവസ്ഥ, രക്തമല്ലാത്ത അല്ലെങ്കിൽ അനുരാഗമില്ലാത്ത, താല്പര്യമില്ലാത്ത, എന്തെന്നില്ലാത്ത, അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അത്തരത്തിലുള്ളൊരു മനസ്സിൻ്റെ ഉടമയാകണം. അച്ഛനോട് മകൻ പറയുകയാണ്. ഈ അച്ഛനാരാണ് ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ആ പേഴ്സോണിഫിക്കേഷൻ, ജീവൻ എന്ന് പറയുന്ന ആത്മദേവൻ അഥവാ അച്ഛൻ എന്ന് പറയുന്ന ജീവൻ, ജീവാത്മാ, മകൻ എന്ന് പറയുന്ന ഈ വൈരാഗ്യം അല്ലെങ്കിൽ ഈ പറയുന്ന വൈരാഗ്യവും ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന വിവേകത്തിൻ്റെ ഉടമയായിരിക്കുന്ന ഗോകർണൻ എന്ന് പറയുന്ന മകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ വിവേകം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ കടന്നു ചിന്തിക്കണം. വിവേകം എന്ന് പറയുന്നത് സത്യമേത് എന്നും അസത്യമേത് എന്നും നിത്യവും അനിത്യവും ഏതേത് എന്നും അങ്ങനെ വേർതിരിച്ച് അറിയാനുള്ള കഴിവ്, അതാണ് വിവേകം. അപ്പോൾ ഇവിടെ ഗോകർണൻ എന്ന് പറയുന്ന കഥാപാത്രം സന്യാസി ശ്രേഷ്ഠൻ കൊടുത്ത ആ പഴം കൊണ്ട് ഒരു പശുവിൽ ജനിച്ച കുട്ടി, അയാൾക്ക് നിത്യാനിത്യ വിവേകമുണ്ട്. നമ്മുടെ സനാതന നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ നിത്യാനിത്യ വിവേകം തന്നെയാണ്. നിത്യാനിത്യ വിവേകം തന്നെയാണ് വിവേകം. വിവേകം തന്നെയാണ് മനീഷ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഏത് രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത്? നിത്യത്തെ അറിഞ്ഞും അനിത്യത്തെ മനസ്സിലാക്കിയും ആ അനിത്യത്തെയെല്ലാം തന്നെ ദൂരീകരിച്ചുകൊണ്ട് നിത്യത്തിലേക്കുള്ള യാത്ര. അപ്പോൾ നിത്യം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ശാശ്വതം ആയത് അത് എന്ത് എന്നൊരു ബോധം നമുക്ക് വേണം. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ അതെല്ലാം ഉണ്ട്. നിൻ്റെ ദേഹം ഈ സപ്ത സംഗതികളെ കൊണ്ട് അല്ലെങ്കിൽ സപ്ത മാംസമരുധനം ഇതുപോലുള്ള ആ സാധനങ്ങളെ കൊണ്ട് സൃഷ്ടമായിരിക്കുന്നതിൻ്റെ ശരീരം അത് ക്ഷണഭങ്കുരമാണ്. ഈ ലോകവും ക്ഷണഭങ്കുരമാണ്. ഇത്തരത്തിലുള്ള എല്ലാത്തിനോടും നീ വിരക്തനാകണം. ആ ശ്ലോകം വളരെ ശ്രദ്ധിക്കുക. ഭാഗവതം സമൂലം അല്ലെങ്കിൽ ഭാഗവതത്തെ സമഗ്രമായിട്ട് നമുക്ക് വീക്ഷിക്കാനുള്ള
ഒരു ശ്ലോകം തന്നെയാണ്. ദേഹേ അസ്തി മാംസരുധിരേ അഭിമതിം രജ ത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിതം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ. ഭക്തിനിഷ്ഠ, ഭക്തിയിൽ അടിയുറച്ചുകൊണ്ട്. ഭക്തി എന്താണെന്ന് പിന്നാലെ നമ്മൾ കാണുന്നുണ്ട്. ഭക്തി എന്ന് പറയുമ്പോൾ നാരദനുണ്ടായിരുന്ന ഭക്തി, നാരദൻ എന്ന് പറയുന്ന ഭക്തി, നാരദൻ എന്ന് പറയുന്ന വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ഭക്തി എന്ന് പറയുന്ന രസം, നാരദൻ്റെ ഭക്തിസൂത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഭക്തിയുടെ വളരെ ഗംഭീരമായിരിക്കുന്ന സാരം, ഇതെല്ലാം ഭക്തി. ഭക്തി എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ദുർബലമായിട്ടുള്ളൊരു നിമിഷത്തിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രേമം എന്നുള്ള രീതിയിൽ ആ ഭക്തിയെ നമുക്ക് വിവക്ഷിക്കാൻ പാടില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടോണം മുന്നോട്ട് പോകാൻ. ഈ ആദ്യത്തെ ശ്ലോകത്തിലൂടെ അച്ഛൻ ആത്മദേവനോട് ഉപദേശിച്ചു, മകൻ ഗോകർണൻ എന്ന് പറയുന്ന നിത്യാനിത്യ വിവേകം, എല്ലാ തരത്തിലുള്ള ഈ രക്തമായിരിക്കുന്ന അനുരാഗത്തോടു കൂടിയ പ്രപഞ്ചത്തോടുള്ള മമത, അതെല്ലാം തന്നെ കീറി മുറിക്കുക എന്ന്. കുന്തിസ്തുതിയിലും നമ്മൾ വരാനിരിക്കുന്ന കുന്തിസ്തുതിയിലും അപുനർഭവം എന്ന് പറയുന്ന പോലെ തന്നെ പാണ്ഡവന്മാരുമായിട്ടുള്ള ബന്ധം, തൻ്റേതായിട്ടുള്ള കുടുംബം അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ബന്ധുക്കളുമായിട്ടുള്ള സകല ബന്ധവും മുറിക്കുക എന്നുകൂടി ഭഗവാനോട് അപേക്ഷിക്കുന്ന രംഗം കാണാം. മുറിച്ചു കളയൂ, എൻ്റെ ബന്ധങ്ങളെല്ലാം തന്നെ വിച്ഛേദിക്കൂ എന്ന്. അപ്പോൾ ഈ ബന്ധത്തിൽ നിന്നുള്ള മോചനം, അതാണ് മോക്ഷം. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവത ഭാഷയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വൈദിക കർമ്മങ്ങളെ കൊണ്ടോ അത്തരത്തിലുള്ള ആന്തരിക വിഷയങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തിശാസ്ത്രം എന്ന് പറയുന്ന ദേവീ ഭാഗവത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന അത്തരത്തിലുള്ള ക്രിയകളെ കൊണ്ടോ അതുകൊണ്ടൊന്നും സാധിക്കുന്ന മോക്ഷമല്ല ഭാഗവത്തിൻ്റെ. അപ്പോൾ രണ്ട് ഭാഗവും തമ്മിലുള്ള അചകജാന്തരം ഒന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത ശ്ലോകത്തിൽ ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്വാ സേവാകഥാരസമഹോ നിതരാം വിപത്വം. ധർമ്മം ഭജിക്കാൻ പറയുന്നുണ്ട്, ധർമ്മത്തെ. അവിടെയാണ് ലോകധർമ്മം ത്യജിക്കാനും പറയുന്നത്. അപ്പോൾ ഈ ലോകധർമ്മം ത്യജിക്കുക ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങളാണ്. നമ്മൾ ലോകത്തേക്ക് കടന്നു വന്ന് ശരീരം ഉണ്ടായത് കൊണ്ടാണ്, അതാണ് ഭവം എന്നെല്ലാം തന്നെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ശരീരം ഉണ്ടായതുകൊണ്ട്, ഉടലെടുത്തതുകൊണ്ട് ഉണ്ടായ ആ ലോകത്തോടുള്ള ബന്ധം ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തോടും മമതയൊന്നും വേണ്ട, അതാണ് ദേഹത്തിലും വേണ്ട എന്ന് നേരത്തെ പറഞ്ഞത്. എന്നിട്ട് ധർമ്മം ഭജിക്കാൻ പറഞ്ഞു. എന്ത് ധർമ്മമാണോ? ശരീരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. ശരീരം നമ്മൾ എടുത്ത കാലം മുതൽ ആ ശരീരം കൊണ്ട് പ്രവർത്തിച്ചു പോകുമ്പോൾ ശരീരത്തിൽ നിക്ഷിപ്തമായ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, ആ ധർമ്മങ്ങൾ വേദോക്തമായതെല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥ ധർമ്മം എന്ത് എന്ന് പിന്നാലെ വരുന്ന ഭാഗവത ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ധർമ്മം എന്ന് പറയുന്നത് അഹൈതുകമായിരിക്കുന്ന ഭക്തി, ഭഗവാൻ ഈശ്വരനോട് തോന്നുന്ന ഭക്തിയാണ്. സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദൻ. അപ്പോൾ എല്ലാ തരത്തിലും ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ എന്ന് ഗീതയിൽ പറയുന്ന പോലെ ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷൻ ജഹി കാമതൃഷ്ണാം. അപ്പോൾ എല്ലാ തരത്തിലും സാധുക്കളെ, സന്യാസിശ്രേഷ്ഠന്മാരെ എല്ലാം തന്നെ ഇങ്ങനെ പൂജിച്ചുകൊണ്ട്, അതാണ് സത്സംഗം. അപ്പോൾ സത്സംഗത്തിലെല്ലാം തന്നെ ഏർപ്പെട്ടുകൊണ്ട് എല്ലാ കാമനകളും ആഗ്രഹങ്ങളും തൃഷ്ണകളും എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് എന്തു ചെയ്യണം? അന്യസ്യ ദോഷഗുണചിന്തനമാശുമുക്വ, മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചു അവരുടെ കുറ്റങ്ങളും അതെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ എന്തു ചെയ്യണം? സേവ കഥാരസമഹോ നിതരാപിപത്വം, ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുക. ഈശ്വരപ്രണിധാനം എന്നെല്ലാം തന്നെ വേദാന്ത ഭാഷയിൽ പറയും. നമ്മളെല്ലാ തരത്തിലും ഈ നിത്യസത്യമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വിവേകത്തോടുകൂടി വർദ്ധിച്ച് ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സോടുകൂടി പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ തീർത്ഥയാത്രയ്ക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള മാഹാത്മ്യത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മനീഷ എന്ന് പറയുന്ന വിവേകം ഉദിക്കുന്നത് കാണാം. വിവേകം ഉദിക്കുക, അല്ലാതെ ഈ കഥാപാത്രങ്ങളെയെല്ലാം തന്നെ നിരത്തി വെച്ചുകൊണ്ടൊരു നാടകം അത് അഭിനയിക്കുന്ന രീതിയിലേക്ക് ഭാഗവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നാടകമായിട്ട് തന്നെ പര്യവസാനിക്കും. നേരെ മറിച്ച് ഇന്ന് നാടകത്തിലെ കഥാപാത്രങ്ങളല്ല, ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ സിംബോളിക്കായിരിക്കുന്ന രംഗം നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഏതൊരു ആത്മദേവൻ എന്നുള്ള ജീവനാണോ ശരീരത്തിലുള്ളത്, ആ ജീവൻ നിത്യാനിത്യ വിവേകം കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് കടന്നു. ആത്മദേവൻ എന്ന് പറയുന്ന ജീവൻ നിത്യാനിത്യ വിവേകം സമാർജിച്ചു. എന്നിട്ടെന്ത് ചെയ്തു? ഈ പറഞ്ഞ രീതിയിൽ പ്രപഞ്ചത്തോട് വിട പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയി എന്ന്. അപ്പം ജീവൻ്റെ ഗതി
ഏതൊരു ആത്മദേവൻ എന്ന് പറയുന്ന പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ജീവാത്മാവെന്ന് പറയുന്ന പരമാത്മാവിൻ്റെ ഈ താഴത്ത് തരംതാണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള ഗതി അല്ലെങ്കിൽ യാത്ര ഏതാണോ നമ്മൾ വിവക്ഷിക്കുന്നത് അത് വളരെ വ്യക്തമാക്കി ഇവിടെ ആത്മദേവനോട് ഗോകർണൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ശരീരത്തോട് ബന്ധം വിടർത്തി ലോകത്തോടുള്ള സകല എല്ലാ തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും എല്ലാം തന്നെ ഇല്ലാതെയാക്കി മമത എന്ന് പറയുന്ന ഏറ്റവും ദുഷ്ടമായിരിക്കുന്ന ശക്തി, ഈ മനസ്സിൻ്റെ ശക്തിവിശേഷത്തെ അതെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സോടുകൂടി ജീവിക്കാൻ. അങ്ങനെ പോയി ഈ പറയുന്ന ആത്മദേവൻ. ഇവിടെ വാസ്തവത്തിൽ രസകരമായിരിക്കുന്നൊരു സംഗതി, നിത്യാനിത്യ വിവേകം അനിവാര്യമാണ്. ജീവൻ മുക്തിക്ക്, ജീവൻ്റെ ഗതിക്ക്, വാസ്തവത്തിൽ ഉയർച്ചയ്ക്ക് ഈ പറയുന്ന നിത്യാനിത്യ വിവേകം ആവശ്യമാണ്. ഈശ്വരൻ ആര് എന്നും അസത്യമായിരിക്കുന്ന പ്രപഞ്ചം, അസത്തായിരിക്കുന്ന ഈ ജഗത്തിൻ്റെ ആ സ്ഥിതിവിശേഷം ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ വേർതിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആത്മദേവൻ എന്ന് പറയുന്ന ആ ജീവനോട് ഗോകർണൻ എന്ന് പറയുന്ന വിവേകം. ഇത് കഴിഞ്ഞിട്ട് ഈ കഥകളിലേക്ക് വരുമ്പോഴാണ് അവിടെ അച്ഛൻ പോയി അമ്മയും മകനും മാത്രമായിട്ട് വന്നു. ആ മകൻ്റെ ഗതി ആലോചിക്കണം. മകൻ ദുന്ദലിയുടെ മകനല്ല, ദുന്ദലിയുടെ അനുജത്തിയുടെ മകനാണ്. അനുജത്തി പ്രസവിച്ച മകനെ കൊണ്ടുപോയി കൊടുത്തതാണ്. അനുജത്തി മനസ്സുമാണ്. അപ്പോൾ ദുന്ദലി എന്ന് പറയുന്ന ബുദ്ധിയും ജീവൻ്റെ ബുദ്ധി. അപ്പോൾ ജീവൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ ശരീരത്തെ സ്വീകരിച്ചപ്പോൾ സംജാതമായ ബുദ്ധി, അതുപോലെ മനസ്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം അന്ധക്കരണ ചതുഷ്ടയത്തിൽ പെട്ടതാണ്. ശരീരമെടുത്തോടുകൂടി അന്ധക്കരണമുണ്ടായി, അന്ധക്കരണത്തോടുകൂടി അന്ധക്കരണത്തിലെ ചതുഷ്ടയവും അതിൽ കൂട്ടത്തിലാണ് ഈ പറയുന്ന ബുദ്ധിയും മനസ്സും ചിത്തവും ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. അങ്ങനെ മനസ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്തും ഒരിക്കലും ദൃഢമായിട്ട് ഉറച്ചു നിൽക്കാത്തത്. ആ മനസ്സിൻ്റെ കുട്ടിയാണ് ഈ പറയുന്ന ദുന്ദലിയുടെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് ദുന്ദുകാരി. അപ്പോൾ ദുന്ദുകാരി മനസ്സിൻ്റെ പുത്രനായതുകൊണ്ട് വികാരങ്ങളാണ് വീർപ്പ് പൊട്ടുന്നത്. അവിടെ വിചാരത്തിന് യാതൊരു സ്ഥാനവുമില്ല. ദുന്ദലിയുടെ മകനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ കുട്ടിയാണെങ്കിൽ ദുന്ദുകാരി വളരെ വികൃത ജീവിതത്തിൻ്റെ ഉടമയായിക്കൊണ്ട് അച്ഛനെ, അല്ലെങ്കിൽ അച്ഛനെല്ലാം പോയതിനു ശേഷം ഈ അമ്മയെ ദ്രോഹിക്കാൻ തുടങ്ങിയെന്ന ബുദ്ധിയെ, അങ്ങനെയല്ലേ സംഭവിക്കൂ. അപ്പോൾ ഏതൊരു മനസ്സും വാസ്തവത്തിൽ ഇത്തരത്തിൽ ബുദ്ധിയെ ആക്രമിക്കാൻ തുടങ്ങിയാൽ, മനസ്സിൻ്റെ പ്രാകൃതമായിരിക്കുന്ന ഭാവത്തിലേക്ക് ബുദ്ധി പോകാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? വികാരങ്ങളുടെ പിന്നാലെ മരക്കം പായുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ നമുക്ക് എന്താണ് ഗതി? ഇവിടെ വികാരങ്ങളുടെ എല്ലാം തന്നെ മൂർത്തിവത്ഭാവമായിരിക്കുന്നത് ദുന്ദുകാരി പഞ്ചവേശികളെ കൊണ്ടുവന്ന് പഞ്ചേന്ദ്രിയന്യമായിട്ടുള്ള വിഷയവാസനകളെ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ, അവിടെയും വാസ്തവത്തിൽ അതിൽ നിന്ന് മുക്തി കിട്ടാനായിട്ട് ബുദ്ധി ശ്രമിക്കുന്നതിന് പകരം ബുദ്ധി എന്ത് ചെയ്തു? ഏതായാലും ഈ ബന്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ചാടിച്ചാകുക. അങ്ങനെ വെള്ളത്തിൽ ചാടിച്ചാകുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധി വികാരജന്യമായിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ദുന്ദുകാരിയോട് വിട പറഞ്ഞു. അത് പോയതിന് ശേഷം ഇയാൾ ഒന്നുകൂടി സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ മനസ്സ് സർവതന്ത്ര സ്വതന്ത്രമായി ആരും നിയന്ത്രിക്കാനില്ല. അങ്ങനെ ആരും നിയന്ത്രിക്കാനില്ലാത്ത മനസ്സ്, ആ വികാരങ്ങളോടുകൂടി വീർപ്പ് പൊട്ടുന്ന ആ മനസ്സ് പിന്നെ ചെയ്യുന്ന പ്രവൃത്തികളാണ് വളരെ ദോഷകരം. മനസ്സ് മാത്രമായിട്ട് വിട്ടാൽ ഇവിടെയും ഈ ഭാഗവതത്തിൻ്റെ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലയോ മനസ്സേ, നിന്നെ വാസ്തവത്തിൽ നിയന്ത്രണമല്ലാത്ത രീതിയിൽ കൊണ്ടുപോയാൽ അൺബ്രിഡിൽഡ് എന്ന് പറയും. യാതൊരു കടിഞ്ഞാണും ഇല്ലാത്ത രീതിയിൽ, അൺഫെറ്റേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചരടിട്ട് കട്ടാത്ത രീതിയിൽ അങ്ങനെ സ്വതന്ത്രമായിരിക്കുന്നൊരു മനസ്സ് അത് അതിൻ്റെ ഇഷ്ടത്തിൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് ഇവിടെ കാണുന്ന പ്രേതാവസ്ഥ. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്ന ഗോകർണൻ്റെ സഹോദരനായിരിക്കുന്ന ദുന്ദുകാരി പ്രേതമാകാൻ കാരണം എന്താ? ബുദ്ധിയില്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചു. ബുദ്ധിയെല്ലാം തന്നെ കെട്ടുപോയി. മനസ്സ് എന്ന് പറയുന്നതിൻ്റെ സന്തതിയായതുകൊണ്ട് മനോവികാരങ്ങളെല്ലാം തന്നെ വിജൃംഭിച്ചു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പഞ്ച ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയവാസനകളും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ തരത്തിലും പഞ്ചവേശികളുമായിട്ട് ഇങ്ങനെ കൂത്താടി, അങ്ങനെ മനസ്സ് സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വികാരങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്നപ്പോൾ അതിൻ്റെ ജീവിതം കഷ്ടാൽ കഷ്ടതരമായി, അത് ഏറ്റവും ദുർമൃതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് പഞ്ചവേശികൾ എന്ന് പറയുന്ന ഈ പറയുന്ന പഞ്ച ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരമെല്ലാം തന്നെ അഥവാ ഈ പറയുന്ന മനസ്സ് അതെല്ലാം തന്നെ നശിച്ചു. മനസ്സ് ഒരു മൃതഭാവത്തിലേക്ക് എത്തി. അത് വാസ്തവത്തിൽ ഒരു എന്തായാലും പറയുക സാധാരണ ദുർമൃതി പ്രാപിച്ച ഒരു പ്രത്യേകിച്ച് ഒരു പ്രേതത്തെ പോലെ. ഇവിടെ എല്ലാം തന്നെ മനസ്സ്, ബുദ്ധി, ആ മനസ്സ്, ബുദ്ധി, നിത്യാനിത്യ വിവേകം, ജീവൻ എന്ന് പറയുന്ന ആത്മദേവൻ, ഇത്തരത്തിൽ വേണം ചിന്തിച്ചുകൊണ്ട് ആ കഥയെ മനസ്സിലാക്കാൻ.
അപ്പോൾ നിത്യാനിത്യ വിവേകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബുദ്ധിയുടെ പ്രാധാന്യമെല്ലാം തന്നെ ഇല്ലാതെയായിപ്പോയാൽ ഉണ്ടാകുന്ന ആ കഷ്ടപ്പാടെല്ലാം തന്നെ ബോധവൽക്കരിച്ചുകൊണ്ട് വികാരത്തിനടിപ്പെട്ടൊരു വ്യക്തി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരവസ്ഥയിൽ മാത്രം യാതൊരു മേന്മയും നേട്ടവും ഉയർച്ചയുമില്ലാതെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഗതികേട്, അവിടെയാണ് വീണ്ടും ഗതികേട്. ആ ഗതികേട് സംഭവിച്ച ഒരു വ്യക്തിയെ, വ്യക്തിവൽക്കരിക്കപ്പെട്ട പേഴ്സോണിഫൈ ചെയ്യപ്പെട്ട ധുന്തുകാരിയെ ഇവിടെ കാണുകയാണ് നമ്മൾ. ആ ധുന്തുകാരിയുടെ പ്രേതത്തെയാണ് നമ്മൾ മോചനം കൊടുക്കാനായിട്ട് തിരിച്ചു വന്ന ആത്മദേവൻ ഈ പറയുന്ന തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ അതേ രീതിയിൽ തന്നെ തീർത്ഥയാത്രയ്ക്ക് പോയ ആത്മദേവൻ്റെ നിത്യാനിത്യ വിവേകം എന്ന് പറയുന്ന വിവേകം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ വികാരങ്ങൾക്കടിപ്പെട്ട് മാനസികമായിട്ടുള്ളൊരവസ്ഥയിൽ മരിച്ചുപോയ, അത്തരത്തിൽ ഗതികെട്ടൊരവസ്ഥയെ പ്രാപിച്ച തൻ്റെ സഹോദരൻ ധുന്തുകാരിയുടെ പ്രേതത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതുപോലെ തോന്നി. അപ്പോൾ ഏതായാലും ഈ പ്രേതത്തിൻ്റെ സാന്നിധ്യം മനസ്സുകൊണ്ട് വളരെ വീർപ്പ് പൊട്ടിക്കൊണ്ട് ബുദ്ധിയെല്ലാം തന്നെ നശിച്ച് നിത്യാനിത്യ വിവേകം ഒട്ടുമില്ലാത്ത രീതിയിൽ ശരീരം ധരിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിൽ മരണത്തെ പ്രാപിച്ച ആ ദുർമൃതിയെ പ്രാപിച്ച ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ധുന്തുകാരി എന്ന് പറയുന്ന തൻ്റെ സഹോദരൻ്റെ ആ പ്രേതഭാവത്തെ ഗോകർണൻ അനുഭവിച്ചു. അതിനുള്ള മോചനമാണ്. നല്ലപോലെ ചിന്തിക്കുക. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമായിട്ട് ഇന്ന് നടമാടുകയാണ്. ഭാഗവത്തെ വായിച്ച് കേൾപ്പിക്കുക, എന്നിട്ട് പ്രേതത്തിന് മുക്തി കൊടുക്കുക. ആൾ മരിച്ചതിന് ശേഷം നമ്മൾ പ്രേതത്തെ ആവാഹിച്ചിത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അതായത് ഈ പറയുന്ന ധുന്തുകാരിയുടെ മോക്ഷം. ധുന്തുകാരിയുടെ മോക്ഷവും ഈ പറയുന്ന പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധം ഇല്ല. ധുന്തുകാരി എന്ന് പറയുന്ന ആരാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഈ പറയുന്ന സംഗതികൾക്കൊന്നും മരിച്ചുപോയ വ്യക്തിക്ക് മോചനം കൊടുക്കാൻ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ ഭാഗവത പാരായണം അതിനെന്താ പ്രസക്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതായാലും ഇവിടെ തൻ്റെ സഹോദരനായിരിക്കുന്ന ധുന്തുകാരി ദുർമൃതിപ്രേതമായിട്ട് അവശേഷിച്ച് കിടക്കുന്നു എന്നുള്ള സംഗതി മനസ്സിലാക്കിയ ഗോകർണൻ അദ്ദേഹം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്ക് കടക്കുകയാണ്. ശ്രാദ്ധങ്ങൾ പലതരത്തിലും നടത്തി. ഈ ശ്രാദ്ധങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് ഈ പ്രേതത്തിന് മുക്തിയില്ല, പ്രേതഭാവത്തെ അത് ഒഴിവാക്കുന്നില്ല എന്ന്. എന്ത് ഈ പ്രേതഭാവം ഇവിടെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. മാനസികമായിട്ടുള്ളൊരവസ്ഥയാണ്, എത്തിക്കെട്ടൊരവസ്ഥ. അപ്പോൾ ഈ മാനസികമായിട്ടുള്ളൊരവസ്ഥ, വികാരങ്ങൾ അവ കൊണ്ട് ഇങ്ങനെ നശിച്ച അധപ്പതിച്ച ഒരന്തരീക്ഷം, അതെല്ലാം തന്നെ മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ ഗയാശ്രാദ്ധവും അതുപോലുള്ള ശ്രാദ്ധങ്ങളും പുണ്യസ്ഥലങ്ങളിലെ തീർത്ഥാടനങ്ങളും ഇതെല്ലാം തന്നെ ഗോകർണൻ നടത്തിയിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ തതസർവൈ സൂര്യവാക്യം തൻ മുക്തവും സ്ഥാപിതം പരം ഗോകർണ സ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തഥാ. സൂര്യനോട് ചോദിച്ചു കളയാൻ, സൂര്യഭഗവാനാണല്ലോ കൺകണ്ട ദൈവം. ആ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗോകർണൻ തുഭ്യം നമോ ജഗൽ സാക്ഷിൻ, ജഗത്തിൻ്റെ സാക്ഷിയാണ്, സൗരയൂഥത്തിലെ പ്രധാന കേന്ദ്രബിന്ദുവായിരിക്കുന്ന സൂര്യഭഗവാൻ. ബ്രോഹിമേ മുക്തിഹേതുകം രക്ഷത്വ ദൂരസൂര്യസ്ഫുടമിത്യഭ്യഭാഷത. അപ്പോൾ മുക്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ സഹോദരൻ ഇങ്ങനെ ഗതികെട്ടൊരവസ്ഥയിലേക്കായി. സൂര്യഭഗവാനോട് തന്നെ ചോദിച്ചു കളയാം, സൗരയൂഥത്തിന് നെടുന്തൂണായിരിക്കുന്ന ആ സൂര്യഭഗവാനോട് തന്നെ ചോദിച്ചു കളയാൻ ചോദിച്ചു ഗോകർണൻ എന്താണ് മാർഗം. ഉത്തരവായി ശ്രീമദ് ഭാഗവതൻ മുക്തി സപ്താഹം വാചനം കുരു ഇതി സൂര്യവചസർവയോർ ധർമ്മരൂപം വിശ്രുതം. അപ്പോൾ സൂര്യനോട് ചോദിച്ചപ്പോൾ ശ്രീമദ് ഭാഗവതം അതിലൂടെയാണ് മുക്തി എന്ന് പറഞ്ഞു. ഒന്നുകൂടി നിങ്ങൾ കടന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ എടുത്തിടുകയാണ്. മുക്തി എന്ന് പറയുന്ന ഭാഗവത ഭാഷയിലെ പ്രത്യേകിച്ചും പത്മപുരാണാന്തർഗതമായിട്ടുള്ള ഇത്തരത്തിൽ ധുന്തുകാരിയുടെ കഥയെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് പറയുന്ന മുക്തി വളരെ വ്യത്യാസപ്പെട്ട ഒന്നാണ്. ഇവിടെ സൂര്യഭഗവാനോട് ചോദിക്കുന്നു എന്ന്, അവിടെ നമ്മൾ കുറേ അധികം ചിന്തിക്കാറുണ്ട്. സൂര്യഭഗവാൻ മുക്തിക്ക് കാരണക്കാരനാണ്. കാരണം എന്താ? ഈ സൗരയൂഥം എന്ന് പറയുന്ന ഒന്നിൽപ്പെട്ട ഭൂമി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂമിയിൽപ്പെട്ട നമ്മൾ ആ സൗരയൂഥത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് സൂര്യൻ്റെ ആ ഭ്രമണവീതിയിൽ അഥവാ സൂര്യൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന നാം സൂര്യനെ തന്നെ ഉപാസിക്കണമെന്ന് ഇതൊരു ഭംഗ്യം തരേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പരോക്ഷമായിട്ട് നമ്മളോട് ഉപദേശിക്കുന്ന ഒരു ദീക്ഷാ സമ്പ്രദായമാണ്. സൂര്യനെ തന്നെ ഉപാസിക്കണം. ഓം ഭൂർഭുവസ്വാദസവതർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ ആ സൂര്യഗായത്രി അഥവാ സൂര്യനെ തന്നെ ഉപാസിക്കുന്ന സമ്പ്രദായം സനാതന മാർഗത്തിൻ്റെതാണ്. അപ്പോൾ ഈ സനാതന മാർഗത്തിൽ സനാതനത്വം സാധിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സൂര്യനെ വെറും സൗരയൂഥത്തിൻ്റെ ഒരു സൗരയൂഥത്തിൻ്റെ
ഒരു സൂര്യനായിട്ടല്ല നമ്മൾ കാണുന്നത്. ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര യൂഥങ്ങളുണ്ടോ, എത്രയെത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടോ, എത്രയെത്ര ബ്രഹ്മാണ്ടങ്ങൾക്കെല്ലാം തന്നെ സൂര്യൻ എന്ന് പറയുന്ന തേജസ് ആത്മാ ജ്യോതിസുണ്ടോ, അതിനെയാണ് വാസ്തവത്തിൽ ധ്യാനിക്കുന്നത്. അപ്പോൾ ഭർഗതേജസ് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ്റെ തേജസ്, സൂര്യൻ എന്ന് പറയുന്ന ആത്മഭാവത്തെ ഇങ്ങനെ ഉപാസിക്കുന്ന രീതിയിലേക്ക് അടക്കുകയാണ്. വീണ്ടും ഒന്ന് നിങ്ങൾ ചിന്തിക്കുമോ ആവോ, ഈ മോചനം, ഈ പ്രേതത്തിൻ്റെ ഭാവത്തിന് ഗതി കിട്ടാനായിട്ട് ഒന്നേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ, അത് ആത്മസാക്ഷാത്കാരമാണ്. ഏതൊരു ആത്മസ്വരൂപനായിരിക്കുന്ന സൂര്യഭഗവാനാണോ ശ്രീമദ് ഭാഗവതം അത് കേൾക്കാൻ പറഞ്ഞത്, അതിലൂടെ മാത്രമേ ഗതിയുള്ളൂ. ആത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മോക്ഷമായി എന്ന്. ഒന്നുകൂടി പറയാം, ദേഹാത്മാ അല്ലെങ്കിൽ ദേഹം ആത്മാവാണെന്നുള്ള ചിന്ത, ദേഹോഹം എന്നുള്ള ബുദ്ധി, അല്ലെങ്കിൽ ദേഹമാണ് ആത്മാവ് എന്നുള്ള തെറ്റിദ്ധാരണ, അത് പോയി കഴിഞ്ഞാൽ തന്നെ മോക്ഷമായി. ദേഹമല്ല ശരീരമല്ല ആത്മാവ്, ആത്മാവ് വ്യത്യസ്തമാണ്. ആത്മാവ് എന്ന് പറയുന്ന ഒന്ന്, അതിന് വാസ്തവത്തിൽ ജന്മമരണങ്ങളില്ല ഇത്യാദി കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നാം ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമ്മൾ മുക്തന്മാരായി എന്ന് വളരെ ചിന്തനീയമായിട്ടുള്ള, ഗഹനവും അതുപോലെ തന്നെ വളരെ ഗാഠം എന്നല്ല പ്രൗഢം എന്ന് കൂടി പറയാവുന്ന ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് ശ്രീമദ് ഭാഗവതൻ മുക്തി സപ്താഹം വാചനം ഗുരു ഇതി സത്യവചസർവേ ധർമ്മരൂപം വിശ്രുതം. ഏതായാലും ഇത്തരത്തിൽ സൂര്യഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭാഗവതം ആലാപനം നടത്താം, അല്ലെങ്കിൽ അത്തരത്തിൽ സപ്താഹം നടത്താം എന്ന് ഗോകർണൻ നിശ്ചയിച്ചു. നിത്യാനിത്യ വിവേകം നിശ്ചയിച്ചു. മനസ്സിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള ആ ബുദ്ധിതലത്തിൽ വാസ്തവത്തിൽ അമ്മ പോലും ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ നിത്യാനിത്യ വിവേകത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ഗോകർണൻ ഒരു സപ്താഹവേദി ഒരുക്കി. ഭാഗവതം ആലാപനം ചെയ്യാൻ ഒരുങ്ങി. അതിൻ്റെ ആ വേദിയിലേക്ക് കടന്നു വരുന്ന ദ്വാരിയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മോക്ഷം എന്ന് പറയുന്നത് എടുക്കേണ്ടതാണോ കൊടുക്കേണ്ടതാണോ? ഇവിടെ കൊടുക്കാനായിട്ട് ഒരാൾ തുനിഞ്ഞാൽ പോലും എടുക്കാൻ തയ്യാറല്ല എങ്കിലോ? ഇവിടെ ദുർമൃതിപ്രേതമാണ് ഈ പറയുന്ന ദുന്ദുകാരി, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒരു അപകടവൃത്തിയോ എന്നുള്ള രീതിയിൽ പഞ്ചവേശികൾ എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഭ്രമിപ്പിച്ചോ മോഹിപ്പിച്ചോ ഒന്ന് വിളിച്ച് അയാളെ പ്രേതാവസ്ഥയിലേക്ക് ആക്കിയെങ്കിൽ അയാൾ വാസ്തവത്തിൽ ആ രീതിയിൽ തന്നെ ആ മനോഗതി വെച്ച് തന്നെ മുന്നോട്ട് പോയാൽ പോലെ. ആ മനോഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിൽ നിന്ന് തന്നെ മാറിക്കൊണ്ട് അയാൾക്ക് തന്നെ മോക്ഷം വേണം, എനിക്ക് ഗതി വേണം, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരറുതി വേണമെന്ന് സ്വയം ചിന്തിക്കുമ്പോൾ മോക്ഷം എടുക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ. മോക്ഷം എടുക്കാൻ, മോക്ഷം കൊടുക്കാനായിട്ട് ഗോകർണനും മോക്ഷം എടുക്കാനായിട്ട് ഈ ദുന്ദുകാരിയും തുനിയുമ്പോഴാണ് ഈ കഥയുടെ അടുത്ത ഭാഗത്തിൻ്റെ പ്രസക്തി. അടുത്ത ഭാഗം എന്താ? ഇവിടെ വളരെ ഏറ്റവും രസകരമായൊരു പ്രവൃത്തി. സ പ്രേതോപി തദായാത സ്ഥാനം പശ്യന്യതസ്തത സപ്തഗ്രന്ഥിയുതം തത്ര അവശ്യത് കീതകമുച്ഛൃതം. അവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു 7 മുട്ടുള്ളൊരു മുള കണ്ടു എന്നാണ് ഈ പ്രേതം. ഈ പ്രേതം 7 മുട്ടുള്ള മുള കാണുക മാത്രമല്ല, അതിൻ്റെ ഏറ്റവും താഴത്ത് അവിടെ ഈ കീചകം വണ്ട് തുളച്ച ഒരു തുളയും കണ്ടു. രസമായി. അപ്പോൾ പ്രേതമാണെങ്കിലും അതിന് ശ്രദ്ധ വന്നു. ശ്രദ്ധ വന്നിട്ട് ഈ പറയുന്ന 7 മുട്ടുള്ള മുളയുടെ ഏറ്റവും ചുവട്ടിൽ കയറിയിരിക്കാനായിട്ടൊരു ദ്വാരവും കിട്ടി. ഇതെല്ലാം പഠിപ്പിക്കുന്ന വളരെ ഗഹനമായിരിക്കുന്ന സനാതന മാർഗത്തിൻ്റെ പ്രത്യേകതകളാണ്. നമുക്ക് മാത്രം എന്ന് പറയും. ഇതിൽ പിന്നെ കടമെടുത്തുകൊണ്ട് പലരും പല രീതിയിൽ ഇതെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം തന്നെ കാണുന്നത് നമ്മുടെ ഈ യൂട്യൂബിലാണ്. നമ്മുടെ വളരെ ഗഹനമായിട്ടുള്ള സംഗതികൾ, ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അത്തരത്തിലുള്ളൊരു ഈടൂപ്പ് അല്ലെങ്കിൽ ഭണ്ഡാരം അല്ലെങ്കിൽ ഭണ്ഡാകാരം, അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് ഇതെല്ലാം തന്നെ കാണുന്നത്. ഇവിടെ ഈ 7 മുട്ടുള്ള മുള യാദൃച്ഛികമായിട്ട് അവിടെ വന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. അത് നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഒരു സപ്താഹവേദിയിൽ 7 മുട്ടുള്ള മുള ഉണ്ടാകണമെന്നും ആ 7 മുട്ടുള്ള മുളയുടെ ചുവട്ടിൽ ഒരു ദ്വാരം കീചകം അതുണ്ടായിരിക്കണമെന്നും വന്നില്ലേ? ഈ വിഷയമാണ് വാസ്തവത്തിൽ സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പൈനൽ കോഡിനെ അതുപോലെ ബുദ്ധിയെയും, അതായത് തലച്ചോറ്, ഇതിനെയെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണേണ്ടത് ഈ സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സാണ്. ഈ സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സ് 7 ബിബ്ജിയോർ എന്ന് പറയുന്ന 7 നിറങ്ങളും അതുപോലെ തന്നെ അവയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള സ്ഥാനങ്ങളും, അല്ലെങ്കിൽ അവയെ പത്മങ്ങളെന്നോ അല്ലെങ്കിൽ ചക്രങ്ങളെന്നോ പറഞ്ഞുകൊണ്ട് യോഗവിദ്യയും, ഇതെല്ലാം തന്നെ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ആ സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സ് 7, ആ 7 രംഗങ്ങൾ ഇവിടെയും കാണാം. സപ്തഗ്രന്ഥിയുതം
സത്ര തത്ര അവശ്യ കീചകം ഉച്ഛ്രിതം. അതിൽ താഴത്തൊരു തുളയും കിട്ടി. നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും ഗതികേട് നമ്മൾ മനുഷ്യർ വളരെ വിവേകശാലികളായതുകൊണ്ടാണ് മനുഷ്യരെന്നുള്ള പേരും കിട്ടി. പക്ഷേ മനുഷ്യരെന്നുള്ള പേര് കിട്ടിയിട്ടും നമുക്ക് ഈ സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സിൽ ഏറ്റവും താഴത്തെ മൂലാധാരം എന്ന് പേര് പറയുമ്പോൾ തന്നെ മൂലം അത് അടിസ്ഥാനമാണ്. ആ മൂലാധാരത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ചിന്തിച്ചു നോക്കൂ, ഒരു ദ്വാരമില്ലാത്ത അവസ്ഥ അവിടെ കാണാം. ഒരു ദ്വാരം ഉണ്ടെങ്കിൽ തന്നെ അടച്ചു വച്ചിരിക്കുന്നൊരവസ്ഥ തലയിലും കാണാം. അപ്പോൾ ഈ സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സ് ആ 7 എണ്ണത്തിൽ സഹസ്രാരപത്മവും അടച്ചു വച്ചിരിക്കും, മൂലാധാരവും അടച്ചു വച്ചിരിക്കും. അപ്പോൾ മൂലാധാരവും സഹസ്രാരപത്മവും അടച്ചു വച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഉപകരണം ഇട്ട് തന്നിട്ടുണ്ട് ഓഫ് നോ യൂസ്. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ കൂട്ട് എന്ന നാടൻ ചൊല്ലുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നവദ്വാരങ്ങളേ ഉള്ളൂ, നവദ്വാരങ്ങൾ കൊണ്ട് സൃഷ്ടമായിരിക്കുന്ന ശരീരമാണ് എന്നെല്ലാം അഭിമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവദ്വാരങ്ങളല്ല 2 ദ്വാരങ്ങൾ കൂടി അടച്ചു വച്ചിരിക്കുന്ന രീതിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഗതിയുടേതായിട്ടുള്ള മാർഗം നമ്മൾ തുറക്കുന്നത്. ഇവിടെയും ഈ ദുർമത പ്രേതം എന്ന് പറയുന്ന ദുന്തുകാരിക്ക് ഒരു ദ്വാരം ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ നോക്കി ഇങ്ങനെ നടന്നപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കും എന്നുള്ള ചിന്ത വന്നപ്പോൾ അവിടെ ദ്വാരം ഇങ്ങനെ വാസ്തവത്തിൽ ദൃശ്യമാകുകയുണ്ടായി, കാണാനിടവന്നു. അങ്ങനെ കാണാനിടവന്ന കീചകം ആ ദ്വാരം കൊള്ളാം, ഇത് തന്നെ അവസരം എന്ന് കണ്ടിട്ട് പ്രേതം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത് സെറിബ്രോസ്പൈനൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന 7 സ്ഥാനങ്ങളുള്ള നമ്മുടെ ഈ സുഷുമ്നാഖണ്ഡം, സ്പൈനൽ കോഡും ബ്രെയിൻ അല്ലെങ്കിൽ സഹസ്രാരപത്മം ഉൾക്കൊള്ളുന്ന ആ പ്രത്യേക ആ വേദി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീതി, അതിൽ വാസ്തവത്തിൽ താഴത്ത് ഒരു ദ്വാരം ഇട്ടേ മതിയാവും. ദ്വാരം അവിടെ ഉണ്ടായിരിക്കണം, അത് ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭാഗവതം കൊണ്ടാണല്ലോ വാസ്തവത്തിൽ ഈ പറയുന്നത് ദുന്തുകാരിക്ക് മോക്ഷം, ആ സൂര്യൻ്റെ ഉപദേശപ്രകാരം. അപ്പോൾ സൂര്യൻ്റെ ഉപദേശപ്രകാരം ഭാഗവതം നടത്താൻ ഉള്ള ആ വേദിയിലാണ് ഈ 7 കൊണ്ടുള്ള മുള. 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, അല്ലെങ്കിൽ 6 ഇല്ല, 5 ഇല്ല, ആ രീതിയിലൊന്നും കുറേയില്ല, കൂടെയില്ല. അപ്പോൾ 7 കൊണ്ടുള്ള മുള അവിടെ സ്ഥാപിതമാകുകയും അതിൽ ഏറ്റവും ചുവട്ടിൽ ദ്വാരം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള മാഹാത്മ്യത്തെയാണ് നമ്മൾ ഗൗനിക്കേണ്ടത്, ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്. ഈ ദുന്തുകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതം അത് ഒരു ആവശ്യമുള്ളവനായി എനിക്ക് വേണം എന്നുള്ള ചിന്താഗതിക്കാരനായി പോയതുകൊണ്ട് ഇളവിൻ്റെ ഉള്ളിലേക്ക് കയറി എടുക്കാൻ വേണ്ടിയിട്ടാണ്, കൊടുക്കുന്നതെല്ലാം തന്നെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഈ ഗോകർണൻ എന്ന് പറയുന്ന നിത്യാനിത്യ വിവേകം, കൊടുക്കാൻ തുനിഞ്ഞിരിക്കുന്ന ഭാഗവതം, സൂര്യൻ്റെ പ്രേരണയോടുകൂടി നൽകാനിരിക്കുന്ന ഭാഗവത സപ്താഹവേദിയിൽ ആ 7 ദിവസക്കാലം കൊണ്ട് ഓരോ മുട്ടും പൊട്ടിക്കാനായിട്ട് പ്രേതത്തിന് കഴിഞ്ഞു എന്ന് ഭാഗവതത്തിൻ്റെ സ്വാധീനമാണ്. അല്ലെങ്കിൽ ഭാഗവതം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ദിനാന്തേ രക്ഷിതാഗാഥ തഥാ ചിത്രം ബഭൂവഃ വംശൈകഗ്രന്ഥിഭേദാഭൂൽ സശബ്ദം പശ്യതാം സദാം. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഗ്രന്ഥി ഇങ്ങനെ പൊട്ടാണ്, വളരെ ശക്തമായിട്ടുള്ളൊരു ശബ്ദത്തോടു കൂടി ആദ്യത്തെ ഗ്രന്ഥി പൊട്ടി. എന്നിട്ട് ദ്വിതീയഗ്നീതഥാസായം ദ്വിതീയഗ്രന്ഥിഭേദനം തൃതീയഗ്നീതഥാസായം തൃതീയഗ്രന്ഥിഭേദനം. 3ാമത്തെ ദിവസം 3ാമത്തെ ഗ്രന്ഥി, അതുപോലെ 2ാമത്തെ ദിവസം 2ാമത്തെ ഗ്രന്ഥി എന്നുള്ള രീതിയിൽ ഗ്രന്ഥികളെല്ലാം തന്നെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഏവം സപ്ത ദിനൈശൈവ സപ്തഗ്രന്ഥി വിഭേദനം കൃത്വാ സദ്വാദശസ്കന്ധ ശ്രവണാത് പ്രേതതാം ജഹോ. അങ്ങനെ 7 ദിവസം കൊണ്ട് ഈ പറയുന്ന 7 ഗ്രന്ഥികളും പൊട്ടിക്കാൻ കഴിഞ്ഞു ഈ പ്രേതത്തിന്. അപ്പം എന്താണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഭാഗവതത്തിൻ്റെ ലക്ഷ്യം? ഭാഗവതം പാരായണം ചെയ്തുകൊണ്ട് ദുർമൃതി പ്രേതമായിരിക്കുന്ന ദുന്തുകാരിക്ക് മോക്ഷം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച സൂര്യഭഗവാന് വ്യക്തമായിട്ട് മനസ്സിലായി. ഈ ജീവൻ എന്ന് പറയുന്ന അതിൻ്റെ ഗതിയാണ് ഇവിടെ വിഷയം ജീവൻ്റെ ഗതിയാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന മനസ്സു മാത്രമായിട്ട് ഇങ്ങനെ മാറരുത്, ബുദ്ധിയെ ഉപേക്ഷിക്കരുത്, മനസ്സിലുള്ള വികാരങ്ങൾ മാത്രം കൈമുതലായിട്ട് ജീവിച്ചു പോകരുത്. എന്നിട്ട് ഈ പഞ്ചേന്ദ്രിയമായിട്ടുള്ള വിഷയവാസനങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് ജീവൻ നശിക്കാനിടയായാൽ പ്രേതാവസ്ഥയെ പ്രാപിക്കും, മോക്ഷമില്ലാത്ത ഗതിയില്ലാത്ത അവസ്ഥയെ പ്രാപിക്കും. ഇതാണ് വിഷയം. അപ്പോൾ എല്ലാ തരത്തിലും ഇതിന് മോചനത്തിന് എന്താ നല്ലൊരു മാർഗം, നല്ലൊരു അപ്പാരറ്റസ് എന്ന് പറയുന്ന നല്ലൊരു പ്രത്യേക സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ ഈ സപ്തഗ്രന്ഥികളുള്ള 7 ഗ്രന്ഥികളുള്ള 7 സ്ഥാനങ്ങളുള്ള പറയുന്ന നട്ടെല്ലും അതിൻ്റെ ഉള്ളിലുള്ള 7 സ്ഥാനങ്ങളും മുറിക്കുക. അപ്പം അവയെ ഭേദിക്കലല്ലാതെ മറ്റ് യാതൊന്നും നമുക്ക് ചെയ്യാനില്ല. ഭേദിക്കുക
അപ്പോൾ ഈ പറയുന്ന ഷഡ്ചക്ര ഭേദനം എന്ന് പറയുന്ന അതിഗംഭീരമായിരിക്കുന്ന ഒരു പ്രത്യേക പാത നമ്മൾ ഈ ഭാഗവത്തിൽ കാണുകയാണ്. ഷഡ്ചക്ര ഭേദനം എല്ലാം എടുത്താൽ ഇപ്പം ലളിതാ സഹസ്രനാമായാലും ഏതെടുത്താലും സൗന്ദര്യലഹരിയിൽ തന്നെ കാണുന്നില്ലേ? മഹിം മൂലാധാരേ കമ്പവി മണിഭൂരേ ഹുതവഹം സ്ഥിതം സ്വാദിഷ്ടാനേ ഹൃതിമരുതമാകാശമുപരി മനോഭിഭ്രൂമധ്യേ സകളമഭിവിത്വാ കുളപഥം സഹസ്രാരേ പത്മേ സഖരകസി പത്യാ വിഹരസേ. ഈ ഷഡ്ചക്രഭേദനമല്ലാതെ മറ്റേ യാതൊന്നുമില്ല. അപ്പോൾ ഷഡ്ചക്രങ്ങളെ ഭേദിച്ചുള്ളവർക്ക് ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആത്മഭാവത്തെ ആർജിക്കാം എന്ന് പറയുന്ന അതിഗഹനമായിരിക്കുന്ന ഒരു തത്വം, ഒരു സത്യം ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ്. അങ്ങനെ മൂലാധാരത്തിൽ കയറിയ ഈ പറയുന്ന ദുദ്ധാരി എന്ന് പറയുന്ന ദുർമൃതിപ്രേതം ഓരോ ദിവസവും ഓരോ മുട്ട് പൊട്ടിച്ച് 7ാമത്തെ ദിവസം 7ാമത്തെ മുട്ടും പൊട്ടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഏവം സപ്ത ദിനൈശ്ചൈവ സപ്തഗ്രന്ഥി വിഭേദനം കൃത്വ സ ദ്വാദശസ്കന്ധശ്രവണ പ്രേതതാം ജഹോ. എന്നിട്ട് ദിവ്യരൂപധരോ, എന്നിട്ട് ദിവ്യരൂപ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഭാവത്തെ സ്വീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ ആത്മഭാവത്തെ നമ്മൾ മനസ്സിലാകാതിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഈ ശരീരം എന്ന് പറഞ്ഞ ഉപദ്രവകാരി, ശരീരം എന്ന് പറയുന്ന ഒരു ആവരണം. നിങ്ങളൊന്നുകൂടി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ശരീരം എല്ലാത്തരം അവയവങ്ങളോടുകൂടി സുന്ദരമായിട്ടുള്ള ഈ കളയബരം, ഈ സുന്ദരമായിട്ടുള്ള ശരീരത്തിൽ ഇട്ട് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ ഏറ്റവും ശക്തമായിരിക്കുന്ന ഉപകരണം ഈ പറയുന്ന സെറിബ്രൽ സ്പൈനൽ സെന്റേഴ്സ് എല്ലാം തന്നെയുള്ള സുഷുമ്നാകാണ്ഡവും തലച്ചോറും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ക്രേനിയവും ഈ വെർട്ടിബ്രൽ കോളവും അതെല്ലാം തന്നെ കേന്ദ്രമാണ്. നമ്മുടെ ശരീരത്തിലെ കേന്ദ്രമായിരിക്കുന്ന നട്ടെല്ലെന്ന് പറയുമ്പോൾ തന്നെ നെടും തൂണാണ്. അപ്പം അവിടെയാണ് വാസ്തവത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾ അങ്ങോട്ടേക്ക് കയറണം. ഇത് വാസ്തവത്തിൽ ദേവി ഭാഗവത്തിലേക്ക് ചെല്ലുമ്പോൾ അത്തരത്തിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒടുവിലേക്ക് വരുമ്പോൾ അതിൽ പറയാത്തായിട്ട് യാതൊന്നുമില്ല. അതൊക്കെ നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കാം. എല്ലാ തരത്തിലും ഭാഗവത്തിൻ്റെ പ്രമേയം മാഹാത്മ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിന് വിധേയരായിട്ട് വശംവദരായിട്ട് മാനസികമായിട്ടുള്ള വികാരങ്ങളുടെ ഉടമകളായിട്ട് തീരരുത്. അത് പ്രേതമാക്കി നിങ്ങളെ മാറ്റും. ചിന്തിക്കുക. അപ്പം അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഭഗവാൻ സൂര്യദേവൻ്റെ ഉപദേശപ്രകാരം തലയിലേക്ക് കയറാനുള്ള സഹസ്രാരപത്മത്തിലേക്ക് പ്രവേശിക്കാനുള്ള സുഷുമ്നാകാണ്ഡത്തിലെ 6 ആധാരചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാനുള്ള ഒരു വിദ്യയായിട്ട് തന്നെ ഭാഗവത്തെ എടുക്കണം. അവിടെയാണ് വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനം ധനം യസ്മിൻ ബാലമഹം ശിവയകമലം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എല്ലാ തരത്തിലും ചിരണ്ണൻ പ്രപഠൻ വിചാരണ ഭരോഭക്യാവിമുച്ചെന്നര എന്നിങ്ങനെ പറഞ്ഞു. ഇനി ആ ഭാഗവതം ഈ പറയുന്ന മാഹാത്മ്യത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന പ്രാർത്ഥന നോക്കൂ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കരുണഗ്രഹഗ്രഹീതാംഗം മാം ഉദ്ധര സമുദ്ധര ഭവാർണവാ. ഇത് മാഹാത്മ്യത്തിലും അതുപോലെ നമ്മൾ ജപിക്കുന്നത്. ഭാഗവതം കയ്യിലെടുത്തുകൊണ്ട് ജപിക്കുന്ന മന്ത്രമേതാ? സംസാരസാഗരത്തിൽ ഞങ്ങളെല്ലാവരും മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന ആവർത്തനചക്രത്തിൽപ്പെട്ട് ഉഴലുന്ന രീതി ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി എന്ത് വേണം? കർമ്മഗ്രഹഗ്രഹീതാംഗം. ഞങ്ങളെല്ലാവരും കർമ്മത്തിൽപ്പെട്ടവരായിപ്പോയി. ഈ കർമ്മത്തിൽപ്പെട്ട കർമ്മഠന്മാരായിട്ടോ അല്ലെങ്കിൽ കർമ്മത്തിൽ വ്യാപൃതരായിട്ടോ പ്രവർത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ പോയി. അതെല്ലാം തന്നെ എന്ത് വേണം? കർമ്മഗ്രഹഗ്രഹീതാംഗം സമുദ്ധര. ഈ ശരീരം മുഴുവൻ കർമ്മത്തിൽ ഇങ്ങനെ അകപ്പെട്ടുകൊണ്ട് മുങ്ങിക്കിടക്കുകയാണ് ഈ സംസാരം എന്ന് പറയുന്ന സമുദ്രത്തിൽ. അതിൽ നിന്ന് ഉദ്ധരിക്കാൻ വളരെ രസകരമായിരിക്കുന്നൊരു പദമാണ് ഉദ്ധരിക്കുക. ജഗതോദ്ധാരക എന്നും ജഗതോദ്ധാരണ എന്നും അത്തരത്തിൽ കീർത്തനങ്ങളെല്ലാം തന്നെ പാടുമ്പോഴും ജഗതോദ്ധാരകരായിട്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന വരാഹത്തെ നമ്മൾ കാണാനിരിക്കുമ്പോൾ അവിടെയും കാണുന്ന കാഴ്ച എന്താ? ഉദ്ധാരണം. എങ്ങനെ നമ്മൾ നമ്മുടെ ജീവനെ ഉദ്ധരിക്കാം? അപ്പോൾ എല്ലാ തരത്തിലും ഉദ്ധരിക്കാനുള്ളത് ഈ പറഞ്ഞ പ്രളയത്തിൽ നിന്നാണ്, പ്രപഞ്ചത്തിൽ നിന്നാണ്, സംസാര സാഗരത്തിൽ നിന്നാണ്, കർമ്മത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ഭാഗവതത്തെയാണ്. അപ്പോൾ ഭാഗവതത്തിന് ഒരേ ഒരു രീതിയല്ലാതെ, ഒരേ ഒരു മാർഗമല്ലാതെ, ഒരേ ഒരു ലക്ഷ്യമല്ലാതെ, ഒരേ ഒരു പ്രയോജനമല്ലാതെ മറ്റു യാതൊന്നുമില്ല. കൈവല്യൈക പ്രയോജനമെന്ന് ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൈവല്യൈക പ്രയോജനം. ശ്രീമദ് ഭാഗവതോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസിമയാനാഥ മുക്തി അർത്ഥം ഭവസാഗരേ. വീണ്ടും ഞങ്ങളെല്ലാവരും തന്നെ മുങ്ങിക്കിടക്കുന്ന ഈ സംസാരം എന്ന് പറയുന്ന ഭവം എന്ന് പറയുന്ന സാഗരത്തിൽ നിന്ന് എന്തു വേണം? ഞങ്ങളെ രക്ഷിക്കണം. സ്വീകൃതോസി മയാനാഥ മുക്തി അർത്ഥം. അവിടെയും മുക്തി എന്നും അത്തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്ന മോക്ഷം എന്ന് പറയുന്നത് തന്നെ ജനിക്കാതിരിക്കാൻ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ കർമ്മം എന്ന് പറയുന്ന ഗ്രാഹം, ആ മുതല
എന്നെ പിടിച്ച് കടിച്ചു വലിച്ച് ഈ സംസാരത്തിലേക്ക് ആ സമുദ്രത്തിലേക്ക് ആഴ്ത്തി താഴ്ത്തി ഇട്ടിരിക്കുന്നതാണ് രക്ഷ. അതുപോലെ അതിനു വേണ്ടിയിട്ട് ഭാഗവത് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഭാഗവതം എന്ന് പറയും മഹത്ഗ്രന്ഥം. അത് എന്തെല്ലാം ചെയ്തിട്ടും തൃപ്തി വരാത്ത, സന്തോഷമില്ലാത്ത മനസ്സിന് ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിൽ നാരദപ്രേരിതനായിട്ട് നാരദൻ്റെ ഉപദേശം അതെല്ലാം തന്നെ കിട്ടിയിട്ട് രചിച്ചതായ അല്ലെങ്കിൽ വേദവ്യാസൻ സൃഷ്ടിച്ചതായി ഭാഗവത്തിൻ്റെ പ്രത്യേകത ഈ മാഹാത്മ്യത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ദുഃഖവും അതായിരുന്നു, എങ്ങനെ രക്ഷപ്പെടാം. അപ്പോൾ രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒന്നല്ലാതെ ഭാഗവത്തിൽ മറ്റൊന്നുമില്ല. വിമോചനമെന്നോ മുക്തിയെന്നോ എല്ലാം തന്നെ പറയുന്നു. നോക്കൂ ഒന്നുകൂടി, തച്ഛൃണ്ണൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യ വിമുച്യം നര. അവിടെ ശ്രദ്ധ എന്ന് പറയുന്ന ഭക്തി വളരെയേറെ നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയാണ് കേൾക്കുന്നത് പോരാ, പ്രപഠൻ നല്ലപോലെ പഠിക്കുന്നത് എല്ലാം തന്നെ വിചക്ഷണ ബുദ്ധിയോടുകൂടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ, അത് വിമർശന ബുദ്ധിയ എന്ന് പറയാം, വിമർശനം, അല്ലെങ്കിൽ എല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഭാഗവതം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്ഛന്നര എന്നൊക്കെ ചിന്തിച്ചുറപ്പിക്കണം. അപ്പോൾ എല്ലാ തരത്തിലും നല്ലപോലെ ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യൻ്റെ പ്രത്യേകത മനനമാണ്. മനനം എന്ന് പറയുന്ന സവിശേഷമായിരിക്കുന്ന മനസ്സിൻ്റെ സ്ഥിതിയുള്ള ആ മനുഷ്യൻ മനനം ചെയ്തേ മതിയാവൂ. യച്ഛൃണ്ണൻ പ്രപഠൻ വിചാരണപരോ, ശ്രവണം മനനം നിധിധ്യാസനം. അപ്പം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലല്ലാതെ മോചനമില്ല എന്ന്. ഇനി എന്താണ് വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത്? കേൾക്കേണ്ടതെന്ത്, അല്ലെങ്കിൽ കേട്ട് നമ്മൾ ആസ്വദിക്കേണ്ടതോ അല്ലെങ്കിൽ അനുസരിക്കേണ്ടതോ അനുജനിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒടുവിൽ. ഏതായാലും ഒരേ ഒരു കാര്യം മാത്രമേ അഭിലഷണീയമായിട്ടുള്ളൂ, അത് ആത്മാന്വേഷണമാണ്. അപ്പോൾ ആത്മാവെന്ത്, ഏത്, ഞാനാര് എന്നുള്ള ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടി അത് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് സാക്ഷാത്കാരം. ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന പദവിയിലേക്ക് വരുമ്പോൾ അതാണ് മുക്തി. അപ്പോൾ ഭാഗവതത്തിൻ്റെ ആ മുക്തി എന്ന് പറയുന്നൊരു പ്രത്യേക ആ സ്ഥിതി, ആ സ്ഥാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ, ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്, അത് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ. ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഒന്നുകൂടി തരം താണുകൊണ്ടിരിക്കുകയാണ്. ഭാഗവത വേദികളെല്ലാം തന്നെ തരം താണുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എപ്രകാരമെല്ലാം തന്നെ ഇതിനെ ദുഷിപ്പിക്കാം, എങ്ങനെ കോലാഹലങ്ങൾ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ കൂടുതൽ പ്രഹസനങ്ങളിലൂടെ നല്ല ശക്തമായിരിക്കുന്ന പ്രമേയത്തെ വാസ്തവത്തിൽ അതിനെയെല്ലാം തന്നെ വളരെ മോശമാക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ വിട്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 7 ദിവസക്കാലം കൊണ്ട് ഈ പറയുന്ന നട്ടെല്ല്, അതിനെ തന്നെയാണ് ഇവിടെ സപ്തഗ്രന്ഥികളെന്ന് വിശേഷിപ്പിച്ചത്. അവിടെ കൂടിയുള്ള ഗ്രന്ഥികളെയൊക്കെ ഭേദിക്കുക, മുറിക്കുക, എന്നിട്ട് മുകളിലേക്ക് കയറുക. അങ്ങനെ മുകളിലേക്ക് കയറുക എന്നുള്ളൊരു ലക്ഷ്യമല്ലാതെ ഈ ഭാഗവതത്തിൽ എന്താണുള്ളത്? അപ്പോൾ എല്ലാം തന്നെ ഒരു ആരോഹണം, അവരോഹണം കഴിഞ്ഞു ജനനം. അങ്ങനെ ജനിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയും മുകളിലേക്ക് പോകാനുള്ള മാർഗം എന്താ? അതാണ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത മാഹാത്മ്യത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന ഭക്തിയുടെ രക്ഷസ്ഥിതി മാറ്റിയെടുക്കാനുള്ള വേദിയിൽ ഈ സനകാദികളെല്ലാം തന്നെ നടത്തുന്ന ഭാഗവത സപ്താഹവേദിയിൽ ഗോകർണൻ്റെ കഥയെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഏതൊരു ഗോകർണനാണോ തൻ്റെ സഹോദരനായിരിക്കുന്ന ദുന്ധുകാരിയുടെ മുക്തിക്ക് വേണ്ടി ഭാഗവതം കൈകാര്യം ചെയ്തത്, ഏതൊരു ഭാഗവത വേദിയിലാണോ സപ്തഗ്രന്ഥികളുള്ള ഒരു പ്രത്യേക മുളം കമ്പ് കണ്ടത്, അതിൽ കയറിയിരുന്നുകൊണ്ട് പ്രേതം രക്ഷ പ്രാപിച്ചത് എന്ന് ഒരേ ഒരു കാര്യം മാത്രമേ ഇവിടെ അടിച്ചുറപ്പിച്ച് അല്ലെങ്കിൽ അരക്കിട്ടുറപ്പിച്ച് നാം അറിയേണ്ടതുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഇട്ട് തന്നിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന, നമ്മളെല്ലാവരും തന്നെ ശരീരത്തിൽ ജനിച്ചപ്പോൾ മുതൽ കൊണ്ടുവന്നിരിക്കുന്ന നട്ടെല്ല്, ആ നട്ടെല്ലില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ 18 വർഷം പ്രായമുള്ള മകൻ അച്ഛനോടിക്കുന്ന കാറിൻ്റെ പുറകിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോരുമ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഉരുണ്ട് ഈ പറഞ്ഞ താഴത്തേക്ക് വീണു. മറ്റ് കേടുകളൊന്നുമില്ല, ഭാഗ്യമായിട്ടുള്ള യാതൊരു ക്ഷതവുമില്ല. പക്ഷെ അയാളുടെ സ്പൈനിനെ ബാധിച്ചു. അയാളുടെ ഈ നട്ടെല്ലിൻ്റെ അകത്തുള്ള സ്പൈനൽ കോഡിൽ സുഷുമ്നാകാണ്ഡത്തെ ബാധിച്ചിട്ട് ഇപ്പോൾ 3 വർഷക്കാലമായിട്ട് കടന്നടപ്പാണ്. ഏതോ ഒരു പ്രത്യേക അവസ്ഥ ആലോചിച്ച് നോക്കൂ, സ്പൈനിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്പൈൻ എന്ന് പറയുന്ന സുഷുമ്നാകാണ്ഡവും അത് ഉൾക്കൊള്ളുന്ന ഈ സ്പൈനൽ കോഡ്, ആ നട്ടെല്ലെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവഭാഗം, അത് സുസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനെ സുദൃഢമാക്കി വയ്ക്കുകയും അതിനെ ശക്തമാക്കി തീർക്കുകയും അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യണം. അതല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് ഇവിടെ വാസ്തവത്തിൽ ഈ പറയുന്ന മാഹാത്മ്യ കഥാഗോളത്തിൽ നിന്ന് കാണാം. ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുത്തച്ഛൻ പാടിയത് ദശമസ്കന്ധത്തിലെ വത്സസ്ഥയെ. ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം അദ്ദേഹം ഒരു എന്തൊന്നില്ലാത്ത എന്തൊരു മനോഭാവമാണെന്ന് പറയാൻ പറ്റില്ല.
എന്താണ് അദ്ദേഹം ഗ്രഹിച്ച വാസ്തവത്തിൽ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തെയെല്ലാം തന്നെ സുദൃഢമാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ള ആ തത്വങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുമെന്നു നാളീക സൂത്രത്തൂടെ കാണാതെ കണ്ട്. അപ്പം ഈ നാളീക സൂത്രം എന്ന് പറയുന്ന നട്ടെല്ലിൻ്റെ ഉള്ളിൽ സുഷുമ്നാകാന്ഡത്തിലൂടെ പോകാതെ കണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ പ്രതിമാദികൾ തോറും നടന്ന് ആദരാൽ അന്വേഷിച്ച് ദീനരാൽ വലയുന്നു എന്ന് അദ്ദേഹം പാടണമെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ഷേത്രം വേണ്ട എന്നുള്ള ക്ഷേത്രം വേണം, ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട പൂജാദികൾ വേണം, വൈദിക കർമ്മങ്ങൾ വേണം, വൈദിക കർമ്മങ്ങളെല്ലാം തന്നെ നയിക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കണം എന്ന് മാത്രം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോഴും ഈ ആധുനിക കാലത്ത് ഇപ്പോൾ പോലും കണ്ടുവരുന്നൊരു കാഴ്ച, ഈ ഷടാധാര പ്രതിഷ്ഠ എന്ന് പറയുന്നത് താന്ത്രികമായിട്ടുള്ളൊരു വിഷയവും കൂടി കടത്തിക്കൊണ്ട് പോരുന്നുണ്ട്. ഷടാധാര പ്രതിഷ്ഠ, ഈ ഷടാധാര പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പിന്നാലെയാണ് പീഠവും പീഠത്തിൻ്റെ മുകളിൽ ദേവപ്രതിഷ്ഠയും നടത്തുന്നത്. ഈ ഷടാധാരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സപ്തകേന്ദ്രങ്ങളിൽ ആദ്യത്തെ 6 ആജ്ഞാചക്രം വരേക്കുള്ളത് കഴിഞ്ഞാൽ പിന്നെ തലയിലേക്ക് അടക്കം അവിടെ ഈശ്വരനാണ്, യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാം. ഈ 6 ആധാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനെ കാണാം. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ഇന്ന് നമ്മൾ പാടിപ്പുകഴ്ത്തുന്ന കീർത്തനത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഷടാധാരങ്ങളെയെല്ലാം തന്നെ മുറിച്ചു കടന്ന് ആ കാമക്രോധാദികളാകുന്ന ഹൃദയഗ്രന്ഥികളെ മുഴുവൻ ഭേദിച്ച് നമ്മൾ ഈ പറയുന്ന ഷഡ്ചക്രഭേദനം എന്ന് പറയുന്നത് അനിവാര്യമായിട്ട് സാധിച്ച്, ഈ ദുന്ദകാരി എന്ന് പറയുന്ന ദുർപ്രതിപദത്തിന് പോലും സാധിച്ചത് നമ്മൾ സാധിച്ചെടുത്തുകൊണ്ട് അങ്ങേയറ്റത്തെ പദവി അലങ്കരിക്കുന്ന സഹസ്രാരപത്മത്തിൽ ചെന്ന് സഹസ്രാരംബുജാരൂഢ സുധാസാരാഭിവർഷണി എന്ന് പറയുന്ന അമൃതത്തിൻ്റെ ആസ്വാദനം അത് സാധിച്ചുകൊണ്ട് ആ ബ്രഹ്മഗ്രന്ഥി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബ്രഹ്മരത്നം അതിനെയും ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് രക്ഷപ്പെടുക. ഇതാണ് രക്ഷ. എത്ര സുന്ദരമായിരിക്കുന്ന ഒരു പ്രത്യേക കഥാഗോളമാണ് ഈ ദുന്ദുകാരിയുടെ കഥ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ദുന്ദുകാരിയുടെ കഥയിലാണ് വാസ്തവത്തിൽ അച്ഛൻ ആത്മദേവനോട് ജീവൻ ജീവാത്മാവ്. അപ്പോൾ ജീവനോട് തന്നെ പറയുന്നു, ഈ ഗോകർണൻ നിത്യാനിത്യവും പറയുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവേകം ഉദിച്ചു എന്നേ ഉള്ളൂ. നല്ലപോലെ കടന്നു ചിന്തിക്കണം. നിത്യാനിത്യ വിവേകമായിട്ട് ഗോകർണൻ ഇങ്ങനെ മാറുന്നൊരു കഥാപാത്രം ഇങ്ങനെ ജീവനോട് പറയുന്നു എന്നുള്ള ഈ കഥയ്ക്കെല്ലാം തന്നെ യോജിപ്പിക്കാം. പക്ഷെ അത് വിട്ടിട്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ നിത്യ വിവേകം ഉദിച്ചു നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ടാകണം. അപ്പോൾ നിത്യവും സത്യമായിരിക്കുന്ന പരബ്രഹ്മ സംഗതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസത്യമായിരിക്കുന്ന സംഗതി ഏത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന്. അതല്ലേ ഭാഗവത്തിലെ ആദ്യത്തെ ശ്ലോകം. മറ്റു പുരാണങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ സത്യം പരം ധീമഹി. അപ്പോൾ എല്ലാ തരത്തിലും സത്യമായിരിക്കുന്ന സംഗതിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അസത്യമായിരിക്കുന്ന അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ചത്തോട് വിട പറയാം. ഈ അസത്തായിരിക്കുന്ന പ്രപഞ്ചത്തോട് വിട പറയാൻ വേണ്ടിയിട്ട് എന്ത് ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കണം? ശക്തമായിരിക്കുന്ന ഒരു അവയവം, ഒരു പ്രത്യേക ഉപകരണത്തെ തന്നെ ശരീരത്തിൻ്റെ നട്ടല്ല എന്നുള്ള രീതിയിൽ നടുവിൽ തന്നെ ഇട്ടു തന്നുകൊണ്ടാണ് നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നത്. അതിലൂടെ തന്നെ യാത്ര ചെയ്താൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാം. അസത്യമായിരിക്കുന്ന അസത്തായിരിക്കുന്ന പ്രപഞ്ചത്തോട് വിട പറഞ്ഞുകൊണ്ട് സത്തായിരിക്കുന്ന ആത്മഭാവത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് നമുക്ക് മുക്തി നേടാം. ഇതാണ് ഭാഗവത മുക്തി. അവിടെ ഗതി എന്ന് പറയുന്നൊരു പ്രയോഗത്തിന് യാതൊരു സാധ്യതയുമില്ല. കാരണം എന്താ? ഗതി എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള പോക്ക്, താഴത്തേക്കുള്ള പോക്ക്, മുകളിലേക്കുള്ള പോക്ക്, താഴത്തേക്ക്. അങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ഊർധ്വഗതി അധോഗതി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഗതി അതെല്ലാം തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന മോക്ഷത്തിലേക്കായിരിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ദുന്ദുകാരി എന്ന് പറയുന്നത് പ്രതിപ്രേത ഏറ്റവും ചുവട്ടിൽ ഒരു ദ്വാരത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കൊണ്ട് എപ്രകാരമാണോ മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ കയറിയത്, അങ്ങനെ കയറി ഒടുവിൽ ഈ പറയുന്ന ബ്രഹ്മരന്ത്രമൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നത് അത് തന്നെ ഗതി. ആ ഗതി എന്ന് പറയുന്നത് സാധാരണ വെറുതെ ഗതി എന്ന് പറയുന്നത് കൊടുക്കുന്നതെല്ലാം തന്നെ വാങ്ങിയെടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത ജീവൻ കൈക്കൊള്ളുന്നതാണ്. അവിടെ ഇരുന്നു കൊണ്ട് താൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് തരുന്നതെല്ലാം തന്നെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഗോകർണൻ പറഞ്ഞു കൊടുക്കുന്ന സംഗതികൾ. ഗോകർണൻ എന്ന് പറയുന്ന സഹോദരൻ നിത്യാനിത്യ വിവേകം ഉദിച്ച ഒരു വ്യക്തിയിലുണ്ടാകേണ്ട മാറ്റങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിത്യാനിത്യ വിവേകം അനിവാര്യമായിട്ടും നമുക്കുണ്ടാകണം. മനുഷ്യൻ എന്ന് പറയുന്ന ആ പദം അതിന് അർഹത നേടണമെങ്കിൽ നിത്യമേത്, സത്യമേത്, അസത്യമേത്, അനിത്യമേത് എന്ന് മനസ്സിലാക്കിയേ മതിയാവൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാണ് വാസ്തവത്തിൽ ഭാഗവതം എന്നുള്ളത് അടിച്ചുറപ്പിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ആ സത്യത്തെയാണ് ധ്യാനിക്കുന്നത്. ഏത് സത്യം? നമ്മൾ ഷഡ്ചക്ര ഭേദനത്തിലൂടെ കണ്ടുമുട്ടുന്ന ആ സത്യം. ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല എന്ന് പറയുന്ന ആ സത്യം. ആ സത്യത്തെയാണ് ധ്യാനിക്കുന്നത്. അത് ധ്യാനിച്ചുകൊണ്ട് നിർത്താം. ജന്മാദ്യസ്യേതന്നയാത് ഇതരതശ്ച അർദ്ധേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യം ധിയസൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം.
ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാൽ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ ശങ്കരണായ.